തൃശ്ശൂർ മുംബൈയിലാണെങ്കിൽ വൈജയന്തിയെ പുതിയ ജോലിക്കാരിക്ക് മുൻപിൽ നാണം കെടുത്തി ബാലചന്ദ്രൻ. അങ്ങനെ വൈജയന്തിയാണെങ്കിൽ തൻ്റെ മക്കൾ ആഹാരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടും ബാലചന്ദ്രൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ടും പുതിയൊരു ജോലിക്കാരിയെ വയ്ക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് ജോലിക്കാരിയെ മക്കളെ പരിചയപ്പെടുത്തുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം കൃഷ്ണയാണെങ്കിൽ ആ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇവിടെ പണിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചേച്ചിക്ക് തന്നെ പണി കിട്ടുമെന്ന് പറയുന്നു. ഏതു നേരവും അമ്മ ചേച്ചിയുടെ ചെവി തിന്നുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ കൃഷ്ണമോളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ മോളെ തൊട്ട് പോകരുതെന്ന് പറയുന്നു. അവൾ പറഞ്ഞതിൽ എന്താ ഇത്ര തെറ്റ്? ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരിയൊക്കെ നീ പേടിപ്പിച്ച് അധികം വിഷമിപ്പിച്ച് ഓടിച്ചു വിട്ടതല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ തന്നെ വൈജയന്തിയെ ജോലിക്കാരിയുടെ മുൻപിലിട്ട് നാണം കെടുത്തുകയാണ്, തൊലിയുരിക്കുകയാണ് ബാലചന്ദ്രൻ എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, കൂട്ടുകാരെ.